ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാവ്യാഞ്ജലീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയായ ഈ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നിവിടെ 1 കിലോ ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് നേരം പുരട്ടി വച്ചിരിക്കണം. ചിക്കനിലോട്ട് ഉപ്പും മുളകും ഒക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനിലോട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 10-20 വെളുത്തുള്ളി, കുറച്ച് തേങ്ങാക്കൊത്ത്, 3 സവാളയും അതിനോടൊപ്പം 10-12 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞെടുത്തത്, കറിവേപ്പില, 6-7 പച്ചമുളക്, 2 തക്കാളി, ഇത്രയും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി എന്നിവയെല്ലാം ചേർത്ത് കൊടുത്ത് ഇഞ്ചിയെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങാക്കൊത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ടി വരുമ്പോഴാണ് ഇറച്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കണം. 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് കുറവാണെങ്കിൽ ഒരു 5-6 ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളി നല്ലവണ്ണം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 4 ടീസ്പൂണോളം മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കരിയാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി 2 എണ്ണം ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് നല്ലവണ്ണം വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലവണ്ണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഉടച്ച് ചേർക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലയിലോട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനെല്ലാം നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് മുളക് പൊടിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം. ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഇതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ആവിയിലിരുന്ന് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം
കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ, തണുത്ത വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ചൂടുവെള്ളം എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വരും. ചാറൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വെന്ത് വരും. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുത്ത ചിക്കൻ കറിയാണിത്. ഇപ്പോൾ ചിക്കൻ കറി എല്ലാം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ കഷ്ണങ്ങൾ വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തവി കൊണ്ടൊന്ന് കുത്തി നോക്കണം. അപ്പം ഈ എല്ലിൽ നിന്നും കഷ്ണങ്ങൾ വിട്ട് വരുവാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങ് വാങ്ങിയെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റിയായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്